Greetings from kindergarten and Bethesda in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഗലീലയിലേക്ക് ക്ഷണിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഈ ശിഷ്യന്മാർ 11 പേരും ഗലീലയിൽ ചെല്ലുന്നു. യേശുക്രിസ്തു അവർക്ക് മുമ്പായി അവിടെ എത്തിയിരുന്നു. അവിടെ വെച്ച് യേശുക്രിസ്തു അവരെ ധൈര്യപ്പെടുത്തുകയാണ് തൻ്റെ സാന്നിധ്യം കൊണ്ട്. യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവിടെ വെച്ച് ശിഷ്യന്മാർക്ക് യേശു ഒരു വലിയ നിയോഗം കൊടുക്കുകയാണ്. മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ. യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അവരെ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിപ്പീൻ. അങ്ങനെ അവരെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ആ മഹാനിയോഗമാണ് യേശുക്രിസ്തു അവർക്ക് കൊടുത്തത്. നമുക്ക് ഈ വചനഭാഗം വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കാം. ചാപ്റ്റർ 28 വേഴ്സസ് 16-20. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. യേശുവിനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച ആ ഗലീലയിലേക്കാണ് ശിഷ്യന്മാരെ ക്ഷണിച്ചത്. അവിടെ വച്ച് ഈ മഹാനിയോഗം അവർക്ക് കൊടുക്കുകയാണ്. വലിയ ഒരു ഉറപ്പാണ് തൻ്റെ സാന്നിധ്യം കൊണ്ട് യേശു തമ്പുരാൻ അവർക്ക് കൊടുത്തത്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അതാണ്. റിസൺ ക്രൈസ്റ്റ്, അഷുറൻസ് ഓഫ് എവർലാസ്റ്റിംഗ് പ്രസൻസ്. ഉത്ഥിതനായ ക്രിസ്തു, നിത്യസാന്നിധ്യത്തിൻ്റെ ഉറപ്പ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. Then the 11 disciples went to Galilee, to the mountain where Jesus had told them to go. When they saw him, they worshipped him. യേശുവിനെ കണ്ട മാത്രയിൽ അവർ അവനെ നമസ്കരിച്ചു. നാം മനസ്സിലാക്കേണ്ടത് ഇത് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവാണ്. ഇതാ ദേഹരൂപത്തിൽ അവരോടൊപ്പം ആയിരിക്കുന്നു. ഗലീലയിൽ പോകുവാൻ പറഞ്ഞപ്പോൾ അവർ അനുസരിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ യേശുവിനെ അവർ കണ്ടു. അവർ പെട്ടെന്ന് യേശുവിനെ നമസ്കരിക്കുകയാണ്. They worshipped him. Then Jesus came to them and said, All authority in heaven and on earth has been given to me. Therefore, go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, and teaching them to obey everything I have commanded you. And surely I will be with you always to the very end of the age. തൻ്റെ നിത്യ സാന്നിധ്യമാണ് യേശുക്രിസ്തു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥിതനായ യേശുക്രിസ്തു
തൻ്റെ നിത്യ സാന്നിധ്യത്താൽ നമ്മെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. തൻ്റെ പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് സഹായകനായി ആ പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ അവൻ നമ്മിൽ പ്രവർത്തിക്കുന്നു. എത്രമാത്രം ധൈര്യമാണ് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. അന്ന് ആ ശിഷ്യന്മാരോട് പറഞ്ഞത് നമ്മോടും പറയുന്നതാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. ആ വലിയ സാന്നിധ്യമാണ് ദൈവമക്കളായ നാം അനുഭവിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതത്തിന് നമുക്ക് കരുത്തേകുന്നത് ആ ദൈവ സാന്നിധ്യമാണ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. നമുക്ക് തുടർന്ന് 110-ാം സങ്കീർത്തനം പഠിക്കാം. അത് മശിഹായെക്കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമാണ്. 110-ാം സങ്കീർത്തനം. ഈ ഭൂമിയെ ഭരിക്കുവാൻ യേശുക്രിസ്തു ഇതാ മടങ്ങി വരുന്നു. ഇപ്പോൾ അവിടുന്ന് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയാണ്. പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ച്, ആ മശിഹായെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവചനാത്മാവിൽ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ആലപിച്ചിരിക്കുകയാണ്. Psalm 110. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. ദാവീദ് പറയുന്നു, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനോട് യഹോവ പറയുന്നു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നീ മെൽക്കീസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. നിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. അതുകൊണ്ട് അവൻ തല ഉയർത്തും. യേശുക്രിസ്തു രാജാവായി ഈ ഭൂമിയെ ഭരിക്കുവാൻ വരുന്നു. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. സിയോൻ, ജെറുസലേമിലാണ് സിയോൻ. ജെറുസലേമിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുന്നു. അക്കാര്യമാണ് ഇവിടെ ദാവീദ് പ്രവചിച്ചിരിക്കുന്നത്. നീ നിന്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജാവായി യേശുക്രിസ്തു ഭരണം നടത്തുമ്പോൾ the heavenly armies, they will stand behind him when he comes in power. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. അവൻ തനിയെയല്ല, അവൻ വരുമ്പോൾ സകല സ്വർഗ സൈന്യങ്ങളും അവനോടൊപ്പം ഉണ്ടായിരിക്കും. നീ മെൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. ഈ മെൽക്കിസദേക്ക് വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഒരു മിസ്റ്റീരിയസ് പേഴ്സണാണ്, നിഗൂഢമായ ഒരു വ്യക്തിത്വമാണ്.
നാം ഈ മെൽക്കിസദേക്കിനെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. അതുപോലെ എബ്രായരുടെ ലേഖനത്തിൽ വായിക്കുന്നു. ഈ മെൽക്കിസദേക്കിനെ പറ്റി പറയുന്നത് അത് ആ മെൽക്കിസദേക്ക് ശാലേം രാജാവായിരുന്നുവെന്നാണ്. യെരുശലേമിലെ രാജാവ്. ഈ മെൽക്കിസദേക്ക് ഒരു പുരോഹിതനുമായിരുന്നു. സാധാരണ രാജാക്കന്മാർ പുരോഹിതന്മാരായിരിക്കില്ല, പുരോഹിതന്മാർ രാജാക്കന്മാരും ആയിരിക്കില്ല. ഇവിടെ ഈ രാജാവും പുരോഹിതനും ഒരു വ്യക്തിയിൽ ആയിരിക്കുകയാണ്. അതായത് ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു സൂചനയാണ് ഈ മെൽക്കിസദേക്ക്. പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് അബ്രഹാം നാട്ടുരാജാക്കന്മാരെയൊക്കെ ജയിച്ചു വന്നപ്പോൾ ഈ മെൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു, അപ്പവും വീഞ്ഞും കൊടുത്തു. ഈ മെൽക്കിസദേക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പവും വീഞ്ഞുമായിരുന്നു. അത് കൊടുത്തു. അബ്രഹാം തൻ്റെ സർവ്വത്തിലും 10-1 ഈ രാജാവിന് കൊടുത്തിരുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എബ്രായരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഈ മെൽക്കിസദേക്കിന് വംശാവലിയില്ല, മാതാവില്ല, പിതാവില്ല, നിത്യനാണ്, നിത്യരാജാവാണ്, നിത്യപുരോഹിതനാണ്. ഭൂമിയിലെ രാജാവിനെ പോലോ ഭൂമിയിലെ പുരോഹിതനെ പോലോ അല്ല. അവരുടെ പൗരോഹിത്യവും രാജ്യത്വവുമെല്ലാം മരണം കൊണ്ട് അവസാനിക്കും. എന്നാൽ മരണത്തിനുമപ്പുറമുള്ള ഒരു നിത്യ പൗരോഹിത്യം, ഒരു നിത്യരാജ്യത്വം ഉള്ള വ്യക്തിയാണ് ഈ മെൽക്കിസദേക്ക്. അത് മറ്റാരുമല്ല, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സൂചനയാണ്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കൊരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു. ഭൂമിയിലെ പുരോഹിതൻ ഉണ്ടായിരിക്കുന്ന ലേവ്യ പുരോഹിത വംശമാണ്. അതേസമയം ഈ പുരോഹിതൻ ആ വംശത്തിൽപ്പെട്ട ആളല്ല. സാക്ഷാൽ സ്വർഗത്തിൽ നിന്നുമുള്ള ആ നിത്യനായ പുരോഹിതനും നിത്യനായ രാജാവുമാണ്. സിയോനിൽ നിന്ന് ചെങ്കോൽ വരുന്നത് ആ യഹൂദയുടെ ഗോത്രത്തിൽ നിന്നാണ്. അതായത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു സൂചനയാണ് ഈ മെൽക്കിസദേക്കിനെ പറ്റി ഇവിടെ സംസാരിക്കയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ രാജാവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഹി ഈസ് ദ വിക്ടോറിയസ് വാരിയർ കിങ്. അവൻ ജയാളിയാണ്. ജയം മാത്രമേ അവനിലുള്ളൂ. തോൽവിയില്ല. യുദ്ധവീരനായ ദൈവമാണവൻ. അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ അവൻ തകർത്ത് കളയും. ശത്രുക്കളെയെല്ലാം താൻ സംഹരിച്ചു കളയും. ദൈവവഴിയിൽ നടക്കാത്ത സകല ദുഷ്ടന്മാരെയും അവൻ സംഹരിച്ചു കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും. ഹി ഈസ് റിഫ്രഷ്ഡ് ബൈ ഗോഡ് ഡ്യൂറിങ് ഹിസ് പെർസ്യൂട്ട് ഓഫ് എനിമീസ്. അവൻ നിത്യനായി ജയിച്ചിരിക്കുന്നവനാണ്. അവനുള്ളത് കണ്ടിന്യൂസ് വിക്ടറിയാണ്. അവൻ ഇടയ്ക്ക് വിശ്രമിക്കും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ സാന്നിധ്യം, പിതാവാൻ ദൈവം എപ്പോഴും തന്നോടൊപ്പം ഉണ്ട്. ഹി ഈസ് റിഫ്രഷ്ഡ് ബൈ ഗോഡ് ദ ഫാദർ. കാരണം കുറച്ചു നേരം വിശ്രമിച്ചതുകൊണ്ട് അവന് തോൽവി സംഭവിക്കില്ല. കണ്ടിന്യൂവസ് വിക്ടറിയുള്ള രാജാവാണ് ഈ രാജാവ്. ഹി ഈസ് മൈറ്റി വാരിയർ കിങ്. ഹി ഈസ് ദ വിക്ടോറിയസ് വാരിയർ. യുദ്ധവീരനായ
യേശു ക്രിസ്തു. നമുക്ക് അത് ഒന്നുകൂടെ വായിക്കാം. Psalm 110. The Lord says to my Lord, sit at my right hand until I make your enemies a footstool for your feet. The Lord will extend your mighty scepter from Zion. You will rule in the midst of your enemies. Your troops will be willing on your day of battle, arrayed in holy majesty. From the womb of the dawn you will receive the dew of your youth. The Lord has sworn and will not change his mind. You are a priest forever in the order of Melchizedek. The Lord is at your right hand. He will crush kings on the day of his wrath. He will judge the nations, heaping up the dead and crushing the rulers of the whole earth. He will drink from a brook beside the way. Therefore he will lift up his head. തുടർന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ നിന്നും ഒരു വചനഭാഗം പഠിക്കാം. Hebrews chapter 13 verses 1-8. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ ഈ എവർലാസ്റ്റിംഗ് പ്രസൻസ് അവൻ നമുക്ക് അഷ്വർ ചെയ്തിരിക്കുകയാണ്. എബ്രായ ലേഖന കർത്താവ് അക്കാര്യം ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ലവ് ഓഫ് മണി അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടത് അതാത് സമയത്ത് ദൈവം നൽകിക്കൊള്ളും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, ആകയാൽ കർത്താവിനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? Keep on loving each other as brothers. Do not forget to entertain strangers, for by doing some people have entertained angels without knowing it. Remember those in prison as if you were their fellow prisoners, and those who are mistreated as if you yourself were suffering. പ്രിസണേഴ്സിനെയും അതുപോലെ സഫറിങ് അനുഭവിക്കുന്നവരെയും കഷ്ടമനുഭവിക്കുന്നവരെയും നിങ്ങൾ ഓർക്കണം. എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? നിങ്ങളും അവരെ പോലെ പ്രിസണേഴ്സ് ആണ് എന്നോർക്കണം. നിങ്ങൾ ശരീരത്തിലിരിക്കുന്നത് കൊണ്ട് നിങ്ങളും കഷ്ടമനുഭവിക്കുന്നവരാണ് എന്നോർക്കണം. അതുകൊണ്ട് കഷ്ടമനുഭവിക്കുന്നവരെയും പ്രിസണിൽ കിടക്കുന്നവരെയും നിങ്ങൾ ഓർക്കണം എന്നാണ് എബ്രായ ലേഖന കർത്താവ് നമ്മോട് പറയുന്നത്. കീപ് യുവർ ലൈവ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി ആൻഡ് ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഹാവ്, ബിക്കോസ് ഗോഡ് ഹാസ് സെഡ്, നെവർ വിൽ ഐ ലീവ് യു
never will I forsake you. So we say with confidence, the Lord is my helper. I will not be afraid. What can man do to me? Remember your leaders who spoke the word of God to you. Consider the outcome of their way of life and imitate their faith. Jesus Christ is the same yesterday and today and forever. ദൈവം തൻ്റെ സ്വന്തം ജനത്തിന് നിത്യമായ തൻ്റെ സാന്നിധ്യം ഉറപ്പുകൊടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകനും പറഞ്ഞിരിക്കുന്നു. ചാപ്റ്റർ 41 വേഴ്സസ് 8-13. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വം ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. But you, O Israel, my servant Jacob, whom I have chosen, you descendants of Abraham, my friend, I took you from the ends of the earth, from its farthest corners I called you. I said, you are my servant. I have chosen you and have not rejected you. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. All who rage against you will surely be ashamed and disgraced. Those who oppose you will be as nothing and perish. Though you search for your enemies, you will not find them. Those who wage war against you will be as nothing at all. For I am the Lord your God, who takes hold of your right hand and says to you, do not fear, I will help you. ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു തൻ്റെ നിത്യസാന്നിധ്യം ശിഷ്യന്മാരായ നമുക്ക് നൽകി നമ്മോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന്. കർത്താവായ ക്രിസ്തുവേ, അങ്ങയുടെ മഹാനിയോഗം അനുസരിച്ച് ഈ ലോകത്തെ അങ്ങയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ദരിദ്രരും ദുഃഖിതരും ക്ഷീണിതരും ഭാരം ചുമക്കുന്നവരും രോഗികളും എല്ലാം സൗഖ്യത്തിനായി അങ്ങയെ നോക്കുന്നു. വിലമതിക്കുവാൻ പറ്റാത്ത അവിടുത്തെ രക്തം നൽകി നീ അവരെ വീണ്ടെടുത്തതാണല്ലോ. അതിനാൽ അങ്ങ് വീണ്ടെടുത്ത ഈ ലോകത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. Christ, for the world we sing. Christ, for the world we sing. The world to Christ we bring. With loving zeal, the poor and them that mourn, the faint and overborne, sin, sick and
അവൻ